ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇന്ദൂസ് വ്ളോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ബ്രൈഡൽ മേക്കപ്പ് കോഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ ബ്രൈഡായിട്ട് മോഡലായിട്ട് ഒരുക്കുന്നത് എൻ്റെ ചേച്ചിയും തന്നെയാണ്. അപ്പോൾ ഞങ്ങളിത് രാവിലെ തന്നെ ഷോപ്പിലെത്തി. മണ്ണാർക്കാട് തന്നെയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഹെയർ ഒന്ന് വാഷ് ചെയ്തു കേട്ടോ. കാരണം ഒരു ഓയിലി പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഭംഗിക്ക് നിൽക്കാൻ വേണ്ടി ഷാമ്പൂ വാഷ് ചെയ്തിട്ട് ദെൻ ക്രിമ്പിങ് ചെയ്യാൻ കേട്ടോ ചെയ്തത്. നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ക്രിമ്പിങ് ചെയ്യുന്നത്. അപ്പോൾ ക്രിമ്പിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് മേക്കപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ CTM ചെയ്തു, ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ ചെയ്തതിന് ശേഷം നമ്മളിത് ഐ മേക്കപ്പിലേക്ക് കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറെ കാലത്തൊരു ആഗ്രഹമായിരുന്നു ബ്രൈഡൽ മേക്കപ്പ് കോഴ്സ് പഠിക്കുക എന്നുള്ളത്, വർക്കിന് ഇറങ്ങുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന്ന് സാധിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ അതിന് ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്തത് അവിടെയുള്ള മാഡം തന്നെയാണ് കേട്ടോ. നല്ല രീതിക്ക് എന്നെ പറഞ്ഞു തന്ന് നല്ല രീതിക്ക് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ബ്രൈഡിനെ എങ്ങനെ ഒരുക്കാമെന്ന് നല്ല രീതിക്ക് ഇപ്പോൾ എനിക്കറിയാം. നല്ല രീതിക്ക് തന്നെയാണ് ഞാൻ അവിടുന്ന് പഠിച്ചിറങ്ങിയത്. നല്ല അടിപൊളിയായിട്ട് അവരെനിക്ക് അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഐ മേക്കപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഐ ഷാഡോ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ലാഷസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, എനിക്ക് സാധിക്കുമോ എന്നൊക്കെയുള്ള ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ എന്തോ ഞാൻ ആകെ കൂളായി പോയി. കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവർ രണ്ടുപേരും അവിടെ സ്റ്റാഫും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സപ്പോർട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. കാരണം ലാസ്റ്റ് ഡേ നമ്മൾ തന്നെ ചെയ്യണം, അവരൊന്നും നമുക്ക് പറഞ്ഞു തരില്ല, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. പക്ഷേ എങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ചെറുതായിട്ട് അവരുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ടെൻഷനൊക്കെ പകുതി അവിടെ തന്നെ അവസാനിച്ചു കേട്ടോ. അങ്ങനെ ഇതേ ഫേസിലെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഹെയറിലേക്ക് കിടന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഏത് ഹെയർ സ്റ്റൈലാണെന്ന് മാച്ച് ചെയ്ത ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതേ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. സെൻറ്റർ പാർട്ടീഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവൾക്കത് കൂടുതൽ അതാണ് അവൾക്ക് മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് താഴേക്ക് അങ്ങനെ ഇട്ട് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, നല്ല മുടി ആയതുകൊണ്ട്. അങ്ങനെ ഇതേ നമ്മളിനി ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവുകയാണ് കേട്ടോ. ഫുൾ ലുക്ക് ഇതാണ് അവളുടെ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ, പറയണം. അപ്പോൾ എൻ്റെ ഏറെ നാളത്തെ ഒരു ആഗ്രഹം ഇത് സാധിച്ചു എന്ന് തന്നെ പറയാം. ഇങ്ങനൊരു ലുക്ക് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് മാഡം കാരണം തന്നെയാണ് കേട്ടോ. കാരണം നല്ല രീതിക്ക് എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് ഞാനിവിടെ പിടിച്ച് നിൽക്കാൻ കാരണം മാഡം തന്നെയാണ്. ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേക്ക് ഓവർ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ, ബൈ ബൈ, സീ യു.